അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനായാലും ചെറിയ കുട്ടികൾക്കായാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അതായത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്ക് കൂട്ടാനായിട്ട് നമ്മൾ സൈഡായിട്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കൂലേ, അപ്പോൾ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു കറിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ 2-3-4 വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണേ. അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവേ. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പക്ഷേ പെട്ടെന്ന് ഈ വഴുതനങ്ങ കൂടുതലും നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ നമ്മൾ സാമ്പാറിനകത്തൊക്കെയാണല്ലോ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 3-4 പേർക്ക് കൂട്ടാനായിട്ട് ഞാൻ ആകെ 2 വഴുതനങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഉണ്ട വഴുതനങ്ങയാണേ. അപ്പോൾ നമുക്കിതുണ്ടല്ലോ ഒന്നിങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞ് അധികം കട്ടിയില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് മൊത്തം ഇത് രണ്ടും ഒന്ന് അരിഞ്ഞിട്ട്, ഒരെണ്ണം ഇത്തിരി കേടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല, സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ഭാഗം ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വെക്കാവേ. മല്ലിപ്പൊടിയൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഈ സംഭവം അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണേ. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, ചൂടായി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഈ സംഭവം അങ്ങോട്ട് വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോകില്ല കേട്ടോ, ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത്. മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാനുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ നമ്മളിനി കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ടതിന് ശേഷം വറ്റൽമുളക് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഒരു ചെറിയ സവാള ഒരു പീസ് മുറിച്ച് ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ നല്ല കട്ട തൈര് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ വറുത്ത സാധനം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും.